ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റാർഡ് കുക്കീസ് ഒന്ന് ഉണ്ടാക്കിയെടുത്താലോ? പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും എളുപ്പമാണെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 4 ഏലക്കയുടെ കുരുവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് അൺസോൾട്ടഡ് ബട്ടർ 50 ഗ്രാം ചേർത്ത് കൊടുക്കുക. 100 ഗ്രാം ബട്ടർ വാങ്ങി അതിൻ്റെ നേർപകുതി എടുക്കുക. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഈ പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം മിക്സായി വരുമ്പോൾ ഒരു മഞ്ഞ കളറാണെങ്കിലും അതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു വൈറ്റ് കളറാക്കി എടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നതാണല്ലോ എന്ന് കരുതി സോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കരുത്. അതിൻ്റെ ഉപ്പിൻ്റെ അളവ് നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അൺസോൾട്ടഡ് ബട്ടർ തന്നെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഇനി ഒരു 3.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ല എങ്കിൽ നമ്മുടെ കോൺഫ്ലോർ ചേർത്തിട്ട് കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. പക്ഷേ അതിന് ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കസ്റ്റാർഡ് പൗഡർ തന്നെ ചേർക്കണം. മൈദയും കസ്റ്റാർഡ് പൗഡറും ചേർത്തതിന് ശേഷം വിസ്ക് വെച്ച് ഇളക്കാൻ നിൽക്കരുത്, പണി പാളും. അതുകൊണ്ട് പിന്നെ ഒരു സ്പാച്ചുല കൊണ്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരു സ്പൂൺ ആയാലും മതിയാവും. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ തിളപ്പിച്ച പാലായാലും കുഴപ്പമില്ല, തിളപ്പിക്കാത്ത പാലായാലും റൂം ടെമ്പറേച്ചറിലായിരിക്കണം എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചപ്പാത്തി മാവ് പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടി ഒരു ലൂസായൊരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനുള്ള ഒരു പാത്രം സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ സാധാരണ നോർമൽ ചോറൊക്കെ ഉണ്ണുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തു. ഇനി ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ ഈ ഡോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമ്മുടെ മിൽമയുടെയൊക്കെ പാക്കറ്റ് കിട്ടുമല്ലോ, അതിൽ ചേർത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുത്ത് അത് വെച്ചിങ്ങനെ ആക്കിയെടുത്താലും മതിയാകും. ഇല്ലെങ്കിൽ നമ്മുടെ എണ്ണയുടെ കവറുണ്ടല്ലോ, അതും മതിയാകും. പൈപ്പിംഗ് ബാഗിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് കുക്കീസിനെ ഈ പാത്രത്തിലേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഈ കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്ന ട്രേയിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കുക്കീസുകൾ വെക്കാനായിട്ട്. ഇല്ല എങ്കിൽ ഇത് കുക്കായി വരുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പോവും. ഇനി നമ്മൾ സാധാരണ ഒരു നോർമൽ അലൂമിനിയം പാത്രം വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്. കുക്കായില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുക്കായി കഴിയുമ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് കിട്ടും. പക്ഷേ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ തന്നെ അതൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.